ആരവിടെ ഒളിഞ്ഞിരിക്കണേ? എന്താടാ നീ ഒളിഞ്ഞിരിക്കണേ? മണിടാ പറയുന്നുണ്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, നാളെ പോകുമ്പോ സർപ്രൈസ് ഉണ്ട്. എത്ര ചിപ്പികളാണ് ഒക്കെ, വേണ്ടാത്ത പൊട്ടച്ചിപ്പികളായിരിക്കും. എന്താ കാണിക്കണേ? വീഡിയോ ആയിരിക്കും അല്ലേ? തൊടാൻ പോലെ കേട്ടോ. ശനിയാഴ്ച പോണമ്മ. ഒരാഴ്ചയേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. കഴിഞ്ഞ ശനിയാഴ്ച അമ്മ. ഞാനിപ്പോൾ ഇന്ന് പോകേണ്ടതാ. അപ്പോൾ ഈ വയ്യാത്ത കാരണം ഒരാഴ്ച കൊണ്ട് ലീവ് നീട്ടി. ആ മൊബൈലിലെടുത്തിട്ട് ഇതിലിടാനായിരിക്കും. ഇറങ്ങാൻ അറിയില്ല, കേറാനുള്ളത് കേറിപ്പോ എങ്ങനെ നോക്ക്. രണ്ട് പൂച്ചകൾ മുകളിൽ കയറി. ഇപ്പൊ എങ്ങനെ ഇറങ്ങും? ഫൈറ്റിങ്ങിന് മുകളിൽ കയറി ആവേശത്തില് ഇറങ്ങാൻ പറ്റില്ല. അതാ രണ്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ ഇറങ്ങേണ്ടത് കാടനും കുടുങ്ങിയതല്ലേ അത്. മറ്റേ കാതിട്ട് പൂച്ച മുകളിലത്തെ ഇതതിനെ കടിക്കാൻ പോയപ്പോ അത് മുകളിൽ കയറി. ഇതിനിപ്പോ ഇറങ്ങാൻ പറ്റില്ലേ? ചെറുതല്ലേ കുട്ടോ? ചാടിക്കടാ. സുധീഷ് കണ്ടു കുട്ടൂനെ? കണ്ടു ഏട്ടാ കുട്ട. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വെക്കേഷന് പോകുമ്പോൾ നാട്ടിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് റോ ആയിട്ട് തന്നെ നിൽക്കട്ടെ വെച്ചിട്ടാണ് ഞാനതിൽ ബാക്ക്ഗ്രൗണ്ടൊന്നും കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മൂത്ത മകൾ വാഗ്ദേവി സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ട് അവളിങ്ങനെ ചവിട്ടി വരുന്നതിൻ്റെ വീഡിയോ ആണ്. കുഴപ്പമില്ലാതെ ചവിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചവിട്ടുന്നുണ്ട് ഓരോ തിരിവിലും, അതുപോലെ റോഡിൻ്റെ ഇതിലൊക്കെ നന്നായിട്ട് നോക്കി. ഞാൻ ഫ്രണ്ടിൽ സൈക്കിളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈക്കിളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കുകയാണ്. ഇത് പിന്നീട് നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് പോസ്റ്റ് ചെയ്താണ്. അങ്ങനെ ഷോർട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് യാത്ര അയക്കാനായിട്ട് എൻ്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും, അടുത്ത വീട്ടിലെ എൻ്റെ ബന്ധുക്കളെ പോലെയുള്ള അയൽക്കാരും എല്ലാവരും അങ്ങനെ വീണ്ടും എവിടെ നിന്നാണോ തുടങ്ങിയത് വീണ്ടും അവിടെ നിന്ന് തന്നെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, ഞങ്ങളുടെ പഴയന്നൂർ അമ്മ തുടങ്ങുകയാണ്. എൻ്റെ സതീർത്ഥ്യൻ ദീപക് ബുംബു കൂടെ അന്വേഷണമുണ്ട്. ഞങ്ങളെപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഒരുമിച്ചാണ് പോവുക. എന്നെ യാത്ര അയക്കാൻ വരാറുള്ള ആളുകളിൽ, സുഹൃത്തുക്കളിൽ മെയിനായിട്ടുള്ള 2 പേര്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു എയർപോർട്ട് എത്തിയ വഴിക്ക് തന്നെ ആ ഒരു ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരു ചായ അനുവേട്ടനും ബുംബും ഞാനും എയർപോർട്ടിലെത്തി. സമയത്തിന് മുന്നേ തന്നെ എപ്പോഴും എത്തിക്കാറുണ്ട്. അങ്ങനെ വീണ്ടും നാടിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഓരോ പ്രവാസിക്കും മാത്രം മനസ്സിലാവുന്നൊരു ഫീലിംഗാണ് ഈ ഒരു പോക്ക്. അല്ലെ,
എനിക്ക് വിശന്നു എയർപോർട്ടിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞാനൊരു നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്, ഒരു പൊങ്കൽ വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബോർഡ് ചെയ്തു. പുകയൊക്കെ വരുന്നുണ്ട്. എന്തായാലും മനസ്സത്ര സുഖമല്ല, എല്ലാവർക്കും അറിയാലോ. ദുബായിലെത്തി വീണ്ടും. ഇനി പുറത്തിറങ്ങി ബസ് പിടിക്കണം. അബുദാബി എയർപോർട്ടാണ്. അബുദാബി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫ്ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് അബുദാബി എയർപോർട്ടാണ് നമുക്ക് സൗകര്യം. ഞാൻ താമസിക്കുന്നത് JVCയിലാണ് ദുബായിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ദുബായ് ബസ്സും കിട്ടും, അബുദാബി ബസ്സും കിട്ടും. അപ്പോൾ നോൾ കാർഡ് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ദുബായ് ബസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. എൻ്റെ കയ്യിൽ 40 ദിറംസ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് 25 ദിറംസ് നമ്മുടെ കയ്യിൽ നോൾ കാർഡിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ നോൾ കാർഡ് യൂസ് ചെയ്തിട്ട് ദുബായ് ബസ്സിൽ കയറാം. അങ്ങനെ ബസ്സിൽ കയറി. ബസ് നല്ല കംഫർട്ടാണ്, എല്ലാവർക്കും അറിയാം. എന്താ പറയുക, അത്യാവശ്യം നല്ല നല്ല കംഫർട്ടുള്ള ബസ്സാണ്. പിന്നെ 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ എനിക്ക് അബുദാബിയിൽ നിന്ന്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഈബൻ ബത്തൂത്ത എന്ന് പറയും. ഈബൻ ബത്തൂത്ത ഒരു മോളാണ്. ആ മോളിനടുത്ത് ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുക. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബർദുബായിലാണ്. അവിടെ നിന്ന് പിന്നെയും കുറച്ച് ദൂരം പോകണം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് എൻ്റെ ദുബായിലുള്ള സതീർത്ഥ്യർ വരും പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആളിതാ വരുന്നു, വണ്ടി വന്നു, ഞാനതിൽ കയറി റൂം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇതാണ് എൻ്റെ ദുബായിലെ വൺ ഓഫ് ദി സതീർത്ഥ്യൻ സന്തോഷേട്ടൻ. അപ്പോൾ സന്തോഷേട്ടൻ വന്നു, പിക്ക് ചെയ്തു. ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദുബായ് എപ്പോഴും എന്താ പറയുക, നമുക്ക് പ്രതീക്ഷകളുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം. ഞാൻ പലതവണ ദുബായിൽ നിന്ന് പോയിട്ടുള്ളതാണ്, നിർത്തി നാട്ടിലേക്ക് പോയിട്ടുള്ളതാണ്, പിന്നെയും തിരിച്ച് വരേണ്ടി വന്നിട്ടുണ്ട്. ഈ ലാൻഡിന് എന്താ എന്നറിയില്ല, ഒരു ഭയങ്കര അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ച് പോകാൻ ശ്രമിക്കട്ടു. അങ്ങനെ ആ കാണുന്നതാണ് എൻ്റെ ബിൽഡിംഗ്. വീടെത്താറായി. വീണ്ടും ഞാൻ അടുത്ത വെക്കേഷൻ എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുള്ളൊരു ചിന്തയാണ് മൈൻഡിൽ. നാട്ടിൽ നിന്ന് വരുന്ന ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് ദിവസങ്ങൾ കടന്നു പോകാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞു മക്കളെയൊക്കെ വിട്ട് വരുമ്പോൾ. അങ്ങനെ വീടെത്തി. ഇനി വീണ്ടും നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ തുടങ്ങാം. എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ അത് കൂടുതലാവുമെന്ന് എനിക്കറിയില്ല, കാരണം അത്ര വലിയ കണ്ടൻ്റ് ഒന്നുമല്ലല്ലോ. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വലിയ താങ്ക്സ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.